നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിനിടയിൽ പലപ്പോഴും പല കാര്യങ്ങൾ പറയുമ്പോഴും അതിഭാവുകത്തോടുകൂടി പറയുന്നത് നമുക്ക് കാണാം. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് തോന്നിയത് കാരണം പച്ചവെള്ളം ചവച്ചരച്ചു മാത്രം കുടിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ്. ഈ ഭൂമിയിലെ എല്ലാ കാര്യത്തെക്കുറിച്ചും വലിയ അറിവും കാഴ്ചപ്പാടും ഉള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പലപ്പോഴുമുള്ള സംസാരം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വിശ്വസനീയമല്ലാത്ത കാര്യം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ എന്തൊക്കെയോ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു. 1 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് 9 ലക്ഷം ഫയലുകൾ തീർപ്പാക്കിയിരിക്കുന്നു എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സംവിധായകൻ വിനയൻ അദ്ദേഹത്തെ നേരത്തെ പരിചയപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതിശയൻ എന്ന് പറയുന്ന സിനിമയിലെ നായകനാക്കിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്നത് പിണറായി സർക്കാരാണ്. 2ാം പിണറായി സർക്കാരിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം വിരാജിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടു കൂടി ഒരു മോഡൽ എന്ന് പറയാൻ കഴിയുന്ന ഒരു മാതൃക പോലും അവതരിപ്പിക്കാൻ കഴിയാത്ത ഒരു മന്ത്രിയാണ്. ഏതാണ്ട് പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെയും മരുമകൻ്റെയും ഒക്കെ പ്രഭാവത്തിൽ ഒതുങ്ങിപ്പോയ ഒരാൾ. അദ്ദേഹത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ ആൾക്കാർക്കുണ്ടായിരുന്നു. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയൊരു സാമൂഹിക പ്രശ്നമാണ് തെരുവ് നായ്ക്കളുടെ ശല്യം. ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ഒരു നിയമനിർമ്മാണത്തിലൂടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ എല്ലാം ഭാഗമാക്കിക്കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആ മേഖലയിൽ കഴിയുമായിരുന്നു. അപ്പോൾ തൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒരു സുതാര്യമായ ഇടപെടലിലൂടെ കേരളത്തിന് എന്നും ഓർക്കുവാൻ കഴിയുന്ന ഒരു മോഡൽ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്തൊരു മന്ത്രിയാണ് അദ്ദേഹം ഈ ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ വന്ന് ഞാൻ 9 ലക്ഷം ഫയലുകൾ 1 മണിക്കൂർ കൊണ്ട് തീർപ്പാക്കി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്നത് പോലെ കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ അത് വിശ്വസിക്കാൻ കഴിയില്ല.